കൊണ്ടാണ് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. ഈ മതത്തിന്റെ മാനവികത എന്താണ് എന്ന് പറഞ്ഞു തരണം ഈ വന്ന് തെറി പറയുന്ന ആളുകൾ. ഇസ്ലാമിലെ അടിമ സ്ത്രീകൾ, ഉടമ സ്ത്രീകൾ എന്ന് വേർതിരിക്കുന്ന അള്ളാഹുവിന്റെ മാനവികത എന്താ? മനുഷ്യനെ അടിമകൾ, ഉടമകൾ എന്ന് വേർതിരിക്കുന്ന ഒരു സൃഷ്ടാവോ? ഏതെങ്കിലും ഒരു യജമാനനെ അദ്ദേഹത്തിന്റെ അടിമയെ സ്നേഹിക്കാൻ കഴിയുമോ? പണിയെടുപ്പിക്കാനല്ലാതെ. മക്കളെ എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് ഈ സൃഷ്ടാവിന് കഴിയാതെ പോകുന്നത്? കുഞ്ഞെ എന്ന് വിളിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? ഇബാദുർ റഹ്മാൻ അല്ലദീ യംശൂന അലൽ അർളി ഹൗനാ, ഖുർആൻ പറയാ അല്ലാഹുവിന്റെ കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകളെ അങ്ങനെയാണോ വിളിക്കുക? ആ വിളിയിൽ തന്നെ ഇല്ലേ എന്തോ ഒരു അകൽച്ച. ഒരു അടിമ സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഉടമസ്ഥനുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മാത്രമേ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുള്ളൂ. അടിമകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എത്ര അടിമകളെയാണ് നബി വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? നബിക്കേ തികയുന്നില്ല. ഖുർആൻ പറയുന്നുണ്ട് 24-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങളിലുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങളുടെ അടിമകളിൽ നിന്ന്, അടിമ സ്ത്രീകളിൽ നിന്ന് നല്ലവരായിട്ടുള്ള ആളുകളെ, അടിമകളെ തന്നെ കെട്ടിച്ചു കൊടുത്തോളാൻ പറയുന്നുണ്ട്. ദരിദ്രരാണെങ്കിൽ അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുമെന്ന്. ഇതുവരെ ഒരു ഐശ്വര്യം ആർക്കും നൽകിയതായിട്ട് ചരിത്രമില്ല. അടിമ ഭോഗം എത്ര തെറ്റാ! പ്രവാചകനോട് പറയണം, ആ മലക്കത്ത് കൈമാനുക്ക്, നിനക്ക് അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളോ അപ്പയുടെ സഹോദരങ്ങളുടെ മക്കളോ മൊത്തം അനുവദിച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും, ഭാര്യയുടെ സഹോദരങ്ങളൊക്കെ, ഭാര്യയുടെ ഉമ്മ ഒക്കെ നമുക്ക് ഓക്കെയാണ്. അമ്മയും മകളെയും ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ വചനമുണ്ട്. ഇരിക്കട്ടെ. എന്നിട്ട് ഇനിയും പുറത്തുള്ള സ്ത്രീ, ഒരു സ്ത്രീ അവളുടെ ശരീരം നിനക്ക് ദാനം ചെയ്യാൻ തയ്യാറായാൽ അത് ഉളുപ്പില്ലാതെ നീ അങ്ങ് സ്വീകരിച്ചോ. പിന്നെ എണ്ണമറ്റ അടിമ സ്ത്രീകളും. ഈ അടിമ സ്ത്രീകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ കാഴ്ച, അവർക്ക് നീതി വേണ്ടേ? എന്തുകൊണ്ടാണ് അവരുടെ നീതിയെ കുറിച്ച് അല്ലാഹു സംസാരിക്കാതിരുന്നത്? ഖുർആനിൽ അടിമ വിവാഹമുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഒരു അടിമ സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവൾ വിവാഹം കഴിക്കണ്ട. അതല്ല, അവളുടെ ഉടമയുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അടിമ സ്ത്രീ സ്വതന്ത്ര ആക്കപ്പെടുന്നത്, അതിനുള്ള ഒരു സംവിധാനവും ഇസ്ലാമിലുണ്ട്, സമ്മതിക്കുന്നു. ഈ അടിമ സമ്പ്രദായം തന്നെ തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ തുല്യരായിരിക്കണ്ടേ? മനുഷ്യരെ ഒന്നുപോലെ കാണേണ്ടതിന് പകരം ആ മനുഷ്യർക്കിടയിൽ അള്ളാഹു അടിമയെന്നും ഉടമയെന്നും രണ്ട് രൂപത്തിൽ ആക്കി തിരിച്ചതിലാണ് അള്ളാഹു എന്ന സൃഷ്ടാവിന്റെ കാരുണ്യം നിങ്ങൾ സംസാരിക്കേണ്ടത്. ഇവിടെ ഒരു സ്ത്രീ, ഇറാനിലെ ഹിജാബിന്റെ വിഷയമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്ന് ഒരു പോസ്റ്റ് ഇട്ട് ഒരു വീഡിയോയിലൂടെ ചോദിക്കുക, ഇറാനിൽ ജനിച്ചു പോയി എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരു മനുഷ്യനായി ജീവിക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നത് എന്താല്ലേ? ഇറാനിൽ ജനിച്ചു പോയതിന്റെ പേരിൽ എത്രയോ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പോലും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പ്രാകൃത മതത്തിന്റെ അനുയായികളായി മാറിയത് കൊണ്ട്. ഒരു റോബോട്ടിക്സ് എഞ്ചിനീയർ ആകാൻ വേണ്ടി ചെറിയ പ്രായം മുതൽ തയ്യാറെടുത്ത ഒരു 10 വയസ്സുകാരനായ കിയാൻ പിർഫലാഖ്, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ കുറിച്ച്. ഒരു കഷ്ണം തുണിയുടെ പേരിൽ തല നേരാമണ്ണം മറച്ചില്ല എന്നതിന്റെ പേരിൽ മത പോലീസ് ക്രൂരമായി ആക്രമിച്ച് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ മഹ്സ അമിനി? ഈ അക്രമങ്ങളോട് പൊരുതി നിൽക്കാൻ ഒരു 10 വയസ്സുകാരൻ എങ്ങനെ കഴിയും? അങ്ങനെ ആ കുട്ടിയെയും കൊന്നു. ഈ 22-കാരിയുടെ നീതിക്ക് വേണ്ടി പ്രതിഷേധത്തിന് ഇറങ്ങിയ 100 കണക്കിന് ആളുകളെ കൊല ചെയ്തുകൊണ്ടിരുന്നു ഇറാൻ ഖുമൈനി. അതിലൊരുത്തനാണ് ഇപ്പൊ ചത്തൊടുങ്ങിയത്, ഇബ്രാഹിം റൈസി. ഇറാന്റെ മതകാര്യ പോലീസ് ക്രൂരമായി ഇറാൻ ജനതയെ ആക്രമിച്ചു. കൊല്ലപ്പെട്ട കണക്കുകൾ പുറത്ത് പറയാൻ പോലും ഇവർക്ക് പറ്റിയില്ല. കുട്ടികൾ, ഒരുപാട് കുട്ടികൾ, 56 കുട്ടികളെ ഒരുമിച്ച് കത്തിച്ചു കൊന്നതിൽപ്പെട്ട ഒരു കുട്ടിയാണ് ഈ ഇയാൻ പിർഫലാഖ്.
പാപ്പയോടൊപ്പം ചിരിച്ചും കളിച്ചുമൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കാറിൽ വീട്ടിലേക്ക് പോകുക. വഴിയില് ഇറാന്റെ പോലീസുകാര് ചെറിയൊരു കുസൃതിയിൽ വിരിഞ്ഞ ഒരു വെടിയുണ്ടാവും. 10 വയസ്സുകാരൻ പെട്ടെന്ന് പെട്ടെന്ന് വീണ് മരിച്ചു. എത്രയെത്ര കുഞ്ഞുങ്ങളെ, എത്രയെത്ര സ്ത്രീകളെ ഹമാസുകാർ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ? എത്രയെത്ര മനുഷ്യരെ ഇവർ കൊന്നു കൊല വിളിച്ചില്ല. ഈ മതപടച്ചോനെയാണ് നിങ്ങൾ കാരുണ്യവാൻ എന്ന് പറയുന്നത്? ഈ സമാധാന മതത്തിന്റെ ഭീകരത ഇന്ന് ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുമല്ലേ? ഇത് കേട്ട് വിതമ്പി നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മക്കയിലെ ബനൂ ഖുറൈളയുടെ ചരിത്രമോ ആ ഗോത്രവംശത്തെ കുറിച്ച് നിങ്ങൾ ഒന്ന് പഠിക്കണേ. ബനൂ ഖുറൈള നടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഇസ്ലാമിൽ നടന്ന ഈ കൊലപാതകങ്ങളുടെ പരമ്പര എങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലണം, എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലപ്പെടണം. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 111. ഈ മുസ്ലിം പടച്ചോണിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാ? ബനൂ ഖുറൈള എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ കൊള്ളയടിക്കുന്നതിനിടയിൽ പിടികൂടിയ ആളുകളിൽ നിന്ന് കുട്ടികളെ തെരഞ്ഞു പിടിച്ച് തുണിയഴിക്കുന്നു, രോമ വളർച്ച നോക്കി കൊന്നുകളയുന്നു. ഈ പ്രവാചകനെ എങ്ങനെയാണ് കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്ന് പറയുന്നത്? ഈ മതത്തെ എങ്ങനെയാണ് കാരുണ്യത്തിന്റെ മതമെന്ന് പറയുന്നത്? അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആയിക്കോട്ടെ, എല്ലാവർക്കും അങ്ങനെ കഴിയണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ് ഇവിടെയുള്ള പ്രശ്നം. നിങ്ങൾക്ക് വിശ്വസിക്കാനും അത് ശരിയാണ് എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താനും പ്രചരിപ്പിക്കാനും അവകാശമുള്ളത് പോലെ തന്നെ എനിക്കിത് തെറ്റാണ് എന്ന് തോന്നിയാൽ വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമങ്ങൾ എഴുതിയത് നമ്മൾ കണ്ടില്ല. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതല്ല, ചത്തൊടുങ്ങി, ആരും കൊന്നതല്ല. എന്നിട്ട് ശത്രുക്കളുടെ സകലമാന നീക്കവും കൃത്യമായി നിരീക്ഷിക്കുന്ന സംവിധാനമുള്ള ഇറാൻ എന്തേ പറ്റിയില്ല അല്ലെ? അള്ളാഹുവിന്റെ വിധിയായിരിക്കും. ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞതാ, മൊസാദ് കൊടുത്ത പണിയാ. ഇസ്രായേൽ പറഞ്ഞതാ, ഞങ്ങളെ പണിഞ്ഞാല് ഞങ്ങൾ തിരിച്ചു പണി, ഞങ്ങൾ ആരോടും അങ്ങോട്ട് കയറി വലിയ വരത്തില്ല, വലിഞ്ഞു കയറി വന്നാൽ വിടത്തുമില്ല. ഇസ്രായേലി മാധ്യമങ്ങൾ എഴുതി, ഇബ്രാഹിം റൈസി പടമായി. പ്രസിഡന്റിനെ ഇസ്രായേൽ തട്ടിയെന്ന് ഇറാൻ സമ്മതിക്കില്ലെന്ന് തട്ടിയാൽ പോലും ഞങ്ങൾ കയറി തീർത്തെന്ന് ഇസ്രായേലും പറയത്തില്ല. പക്ഷേ ഇസ്രായേൽ തീർത്തതാണെന്ന് ലോകത്തിനറിയാം. അതാണ് പരസ്യമായ ഒരു രഹസ്യം. അവരംഗീകരിക്കില്ല, ഇവര് വിശ്വസിക്കത്തുമില്ല. ഈ കാരുണ്യത്തിന്റെ മതം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നന്മയുണ്ടായിട്ടുണ്ട്, മനുഷ്യത്വം ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു നന്മ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ കാണിച്ച നന്മയാണ് എന്ന് പറഞ്ഞ് ഏറ്റുപിടിക്കാൻ എങ്ങനെ പറ്റുന്നു? പ്രവാചകൻ മാതൃകാ പുരുഷനാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ ചെയ്ത ഏതെങ്കിലും മാതൃകകളൊന്ന് പറയും, നമ്മളൊന്ന് കേൾക്കട്ടെ. സൂക്ഷിച്ചു പറഞ്ഞോ, അന്റെ നാവ് ബാക്കി ഉണ്ടാവില്ല. ആണാ? അയ്യോ, നീ എന്ത് ചെയ്യും? എന്റെ നാവ് കണ്ടിക്കുന്ന പോരെ, പോരെ. ഞാൻ പറഞ്ഞത് വസ്തുതകളാണ്. അയ്യോ ആയിഷ, ആദ്യം ഈ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും ഒക്കെ ഒന്ന് എഴുതി പഠിക്കുക കേട്ടാ. എന്നിട്ട് വന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുന്നവരുടെ ആ വലിയ മനസ്സാരും കാണാതെ പോകരുത്. ഫാത്തിമ എന്തെങ്കിലും അറിഞ്ഞിട്ട് പറയാന്ന്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ അങ്ങ് പാണ, നമ്മൾ അങ്ങ് കേൾക്കാം. തെറി വരും സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ പറയുന്നത് ഈ മതത്തെ സംബന്ധിച്ചിട്ടാണ്. ഈ ചീത്ത പറയും, മുഹബത്ത് എൻ്റെ തട്ട ഇവിടെ, നീ പോയി എന്തെങ്കിലും തട്ടമോ ഓപ്പോ എന്തെങ്കിലും ഇടറാവേ പോ. ഈ സത്യം ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഈ തെറി പറയുന്നവരുടെ മാനസികാവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മറ്റൊന്നും കൊണ്ടല്ല, അവര് വിശ്വസിക്കുന്നു ഇത് ശരിയാണോ ഇത് തെറ്റാണോ,
ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹദീസിൽ എന്താണ് പറഞ്ഞത്, ഇതൊക്കെ സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് നോക്കിയിട്ട് ആരും വിശ്വസിക്കുന്നവരല്ല. അവർ മനസ്സിലാക്കുന്നത് അവരൊരു മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചു, ഇസ്ലാം ഫോളോ ചെയ്ത് അവർ വളർന്നു, പിന്നീട് അവരത് ശരിയാണ് എന്ന് വിചാരിച്ച് വിശ്വസിച്ച് അർപ്പിച്ച് അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചു പോകുന്നു. അതിനിടയ്ക്ക് ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചേക്കാം. എന്നാലും അവര് വിശ്വസിക്കുന്ന ഒരു മതത്തെ, അവര് വിശ്വസിക്കുന്ന ഒരു ഖുർആനിനെ, ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ ഒക്കെ ഈ രൂപത്തിൽ ആരെങ്കിലും വിമർശനം നടത്തിയാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല. ഈ തെറിയൊന്നും അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇതിന്റെ അപ്പുറത്തെ തെറി ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ വിളിക്കും. സ്വാഭാവികമാണ്. ഇപ്പൊ ഞാനാണ് വിശ്വാസി ആയിരിക്കുന്നതെങ്കിൽ എൻ്റെ വിശ്വാസത്തെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ അവസാന ശ്വാസം വരേക്കും പൊരുതി നിൽക്കും. അതുകൊണ്ട് ഇവർ ആ രൂപത്തിൽ പൊരുതി നിൽക്കുന്ന വെറും ഇരകൾ മാത്രമാണ്. ഖുർആനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പ്രാമാണികമായിട്ട് ഇവർക്ക് അറിയില്ല. ഇവരത് മനസ്സിലാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ലൈവ് അവസാനിക്കാനായി. നന്ദി. ഇന്നൊരുപാട് താത്താമാര് വന്നിട്ടാണ് കേട്ടോ നല്ല തെറികൾ വിളിക്കുന്നത്. കാക്കാമാര് പഠിപ്പിച്ചതായിരിക്കും അല്ലേ ഇത്തരം തെറികളൊക്കെ. ശരി, നടക്കട്ടെ. ഇത് വിളിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ 2 തോളിലും ഇരിക്കുന്ന മലക്കുകളെ, 2 തോളിലും ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുമല്ലേ എല്ലാം. ശരി, ഇപ്പൊ താത്താമാരാണ് കേട്ടോ നല്ല തെറികളുമായിട്ട് വരുന്നത്. കാരണം എന്താ പറയാമോ, കുറെ കാലങ്ങളായിട്ട് ഇവന്മാരുടെയൊക്കെ കൂടെ നിന്നിട്ടേ ഇമാതിരി ഇതാണല്ലോ കേട്ടു വരുന്നത്. പിന്നീട് അവർക്കും പബ്ലിക്കില് ഇത് വിളിക്കാൻ ഒരു പ്രശ്നവും ഇല്ലാതായി. ഇത് കേട്ടും പറഞ്ഞുമൊക്കെ ശരി, മൊത്തം ചീത്തയും വിളിച്ച് ഇന്ന് തന്നെ അങ്ങ് തീർക്കല്ലേ. നാളെ വിളിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്ക്. കാരണം ഇനിയും ലൈവ് ഉണ്ടല്ലോ, ലൈവുകൾ ഇനിയും ഉണ്ട്. ഇപ്പോൾ ചീത്തകൾ മൊത്തം വിളിച്ചിട്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം വിളിക്കണ്ടേ. പുതിയ ചീത്തകൾ പഠിച്ചു വരൂ. വണക്കം.